കേരള PSC പരീക്ഷകൾക്ക് ധനതത്വശാസ്ത്രം എന്ന വിഷയത്തിൽ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം, റിസർവ് ബാങ്ക് എന്നീ ഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. റിസർവ് ബാങ്ക് 500, 1000, 10000 നോട്ടുകൾ നിരോധിച്ച RBI ഗവർണർ ആരാണ്? CD ദേശ്മുഖ്. 500, 1000, 10000 നോട്ടുകൾ നിരോധിച്ച RBI ഗവർണറാണ് CD ദേശ്മുഖ്. 1000, 5000, 10000 നോട്ടുകൾ നിരോധിച്ച റിസർവ് ബാങ്ക് ഗവർണറാണ് LG പട്ടേൽ. 1000, 5000, 10000 നോട്ടുകൾ നിരോധിച്ച റിസർവ് ബാങ്ക് ഗവർണറാണ് LG പട്ടേൽ. 2016 500, 1000 നോട്ടുകൾ നിരോധിച്ച റിസർവ് ബാങ്ക് ഗവർണറാണ് ഊർജിത് പട്ടേൽ. 2016 500, 1000 നോട്ടുകൾ നിരോധിച്ച റിസർവ് ബാങ്ക് ഗവർണറാണ് ഊർജിത് പട്ടേൽ. പുതിയ 2000, 500 രൂപ നോട്ടിൽ ഒപ്പുവെച്ച റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ഊർജിത് പട്ടേൽ. പുതിയ 2000, 500 രൂപ നോട്ടിൽ ഒപ്പുവെച്ച റിസർവ് ബാങ്ക് ഗവർണറാണ് ഊർജിത് പട്ടേൽ. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന കടങ്ങൾക്ക് ഈടാക്കുന്ന പലിശയാണ് റിപ്പോ റേറ്റ്. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന കടങ്ങൾക്ക് ഈടാക്കുന്ന പലിശയാണ് റിപ്പോ റേറ്റ്. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകളിൽ നിന്നും വാങ്ങുന്ന കടങ്ങൾക്ക് നൽകുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകളിൽ നിന്നും വാങ്ങുന്ന കടങ്ങൾക്ക് നൽകുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ. റിസർവ് ബാങ്ക് മറ്റ് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഇടക്കാല ധനസഹായത്തിനും വാണിജ്യ ബാങ്കുകളുടെ കയ്യിലുള്ള ബില്ലുകൾ റിസർവ് ബാങ്കിന് നൽകി പണം വാങ്ങുന്നതിനും ചുമത്തുന്ന പലിശ നിരക്കാണ് ബാങ്ക് റേറ്റ്. റിസർവ് ബാങ്ക് മറ്റ് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഇടക്കാല ധനസഹായത്തിനും വാണിജ്യ ബാങ്കുകളുടെ കയ്യിലുള്ള ബില്ലുകൾ റിസർവ് ബാങ്കിന് നൽകി പണം വാങ്ങുന്നതിനും ചുമത്തുന്ന പലിശ നിരക്കാണ് ബാങ്ക് റേറ്റ്. വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളിലെ കരുതലായി റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ട ഒരു നിശ്ചിത തുകയാണ് കരുതൽ ധനാനുപാതം. വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളിലെ കരുതലായി റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ട ഒരു നിശ്ചിത തുകയാണ് കരുതൽ ധനാനുപാതം. കരുതൽ ധനാനുപാതത്തിനു പുറമെ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളുടെ ഒരു നിശ്ചിത ശതമാനം സ്വർണമായോ പണമായോ അംഗീകരിക്കപ്പെട്ട കടപ്പത്രങ്ങളായോ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കുന്ന പണമാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. കരുതൽ ധനാനുപാതത്തിനു പുറമെ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളുടെ ഒരു നിശ്ചിത ശതമാനം സ്വർണമായോ പണമായോ അംഗീകരിക്കപ്പെട്ട കടപ്പത്രങ്ങളായോ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കുന്ന പണമാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇന്ത്യയിൽ പണനയത്തിന്റെ ചുമതല വഹിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിൽ പണനയത്തിന്റെ ചുമതല വഹിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അന്താരാഷ്ട്ര നാണയ നിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അന്താരാഷ്ട്ര നാണയ നിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസായ വർഷമാണ് 1934. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസായ വർഷമാണ് 1934. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷമാണ് 1935 ഏപ്രിൽ 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം എന്നാണ് 1935 ഏപ്രിൽ 1. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം രൂപീകൃതമായ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം രൂപീകൃതമായ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഹിൽട്ടൺ യങ് കമ്മീഷൻ രൂപീകൃതമായ വർഷമാണ് 1926. ഹിൽട്ടൺ യങ് കമ്മീഷൻ രൂപീകൃതമായ വർഷമാണ് 1926. ഹിൽട്ടൺ യങ് കമ്മീഷൻ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. ഹിൽട്ടൺ യങ് കമ്മീഷൻ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. റിസർവ് ബാങ്കിന്റെ സ്ഥാപിത മൂലധനമാണ് 5 കോടി. റിസർവ് ബാങ്കിന്റെ സ്ഥാപിത മൂലധനമാണ് 5 കോടി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ ആണ്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയ വർഷമാണ് 1937. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയ വർഷമാണ് 1937. ഭാരതീയ റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതെന്നാണ് 1949.
ഭാരതീയ റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതെന്നാണ് 1949. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ട വർഷമാണ് 1949 ജനുവരി 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ട വർഷമാണ് 1949 ജനുവരി 1. കേരളത്തിൽ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത്. കേരളത്തിൽ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. RBIയുടെ അധീനതയിലല്ലാത്ത സംസ്ഥാനമാണ് ജമ്മു ആൻഡ് കാശ്മീർ. RBIയുടെ അധീനതയിലല്ലാത്ത സംസ്ഥാനമാണ് ജമ്മു ആൻഡ് കാശ്മീർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗമാണ് കടുവ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗമാണ് കടുവ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന വൃക്ഷമാണ് എണ്ണപ്പന. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന വൃക്ഷമാണ് എണ്ണപ്പന. RBIയുടെ ആദ്യ ഗവർണറാണ് ഓസ്ബോൺ സ്മിത്ത്. RBIയുടെ ആദ്യ ഗവർണറാണ് ഓസ്ബോൺ സ്മിത്ത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണറാണ് സർ CD ദേശ്മുഖ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണറാണ് സർ CD ദേശ്മുഖ്. ഏറ്റവും കൂടുതൽ കാലം RBIയുടെ ഗവർണറായിരുന്ന വ്യക്തിയാണ് B രാമറാവു. ഏറ്റവും കൂടുതൽ കാലം RBIയുടെ ഗവർണറായിരുന്ന വ്യക്തിയാണ് B രാമറാവു. RBIയുടെ രണ്ടാമത്തെ ഗവർണറാണ് ജെയിംസ് ടെയ്ലർ. RBIയുടെ രണ്ടാമത്തെ ഗവർണറാണ് ജെയിംസ് ടെയ്ലർ. ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യ RBI ഗവർണറാണ് ജെയിംസ് ടെയ്ലർ. ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യ RBI ഗവർണറാണ് ജെയിംസ് ടെയ്ലർ. റിസർവ് ബാങ്ക് ഗവർണർ പദവി വഹിച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. റിസർവ് ബാങ്ക് ഗവർണർ പദവി വഹിച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. RBIയുടെ ആദ്യ വനിതാ ഡെപ്യൂട്ടി ഗവർണറാണ് KJ ഉദ്ദേശി. RBIയുടെ ആദ്യ വനിതാ ഡെപ്യൂട്ടി ഗവർണറാണ് KJ ഉദ്ദേശി. റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെന്നൈ. റിസർവ് ബാങ്കിന്റെ നിലവിലെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. റിസർവ് ബാങ്കിന്റെ നിലവിലെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധനകാര്യ വർഷമാണ് ജൂലൈ 1 മുതൽ ജൂൺ 30 വരെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധനകാര്യ വർഷമാണ് ജൂലൈ 1 മുതൽ ജൂൺ 30 വരെ. RBI ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ സമ്പ്രദായം ആരംഭിച്ച വർഷമാണ് 1995. 1995 RBI ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ സമ്പ്രദായം ആരംഭിച്ചത്. വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റിന്റെ നിശ്ചിത ശതമാനം റിസർവ് ബാങ്കിൽ കരുതൽ ധനമായി നിക്ഷേപിക്കുന്നത് അറിയപ്പെടുന്നത് കരുതൽ ധനാനുപാതം എന്നാണ്. വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റിന്റെ നിശ്ചിത ശതമാനം റിസർവ് ബാങ്കിൽ കരുതൽ ധനമായി നിക്ഷേപിക്കുന്നത് അറിയപ്പെടുന്നത് കരുതൽ ധനാനുപാതം എന്നാണ്. SBIയുടെ ആദ്യ വനിതാ ചെയർപേഴ്സണാണ് അരുന്ധതി ഭട്ടാചാര്യ. SBIയുടെ ആദ്യ വനിതാ ചെയർപേഴ്സണാണ് അരുന്ധതി ഭട്ടാചാര്യ. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നോക്കാം. ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം 1818. ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷമാണ് 1818. ഇന്ത്യ ഗവൺമെന്റ് ലൈഫ് ഇൻഷുറൻസ് മേഖലകളെ ദേശസാൽക്കരിച്ച വർഷമാണ് 1956. ഇന്ത്യ ഗവൺമെന്റ് ലൈഫ് ഇൻഷുറൻസ് മേഖലകളെ ദേശസാൽക്കരിച്ച വർഷമാണ് 1956. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷമെന്നാണ് 1956 സെപ്റ്റംബർ 1. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷമാണ് 1956 സെപ്റ്റംബർ 1. LICയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈ. LICയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. LICയുടെ ആദ്യ ചെയർമാനാണ് HM പട്ടേൽ. LICയുടെ ആദ്യ ചെയർമാൻ ആരാണ്? HM പട്ടേൽ. LICയുടെ നിലവിലെ ചെയർമാനാണ് MR കുമാർ. LICയുടെ നിലവിലെ ചെയർമാനാണ് MR കുമാർ. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി നിലവിൽ വന്നത് 1999. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി നിലവിൽ വന്നത് 1999. ഭാരത് ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷമാണ് 1896. ഭാരത് ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷമെന്നാണ് 1896. ഹിന്ദുസ്ഥാൻ കോർപ്പറേറ്റീവ് ഇൻഷുറൻസ് കമ്പനി സ്ഥാപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഹിന്ദുസ്ഥാൻ കോർപ്പറേറ്റീവ് ഇൻഷുറൻസ് കമ്പനി സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്.
ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷമാണ് 1972. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷമാണ് 1972. ഇൻഷുറൻസ് മേഖലയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് RN മൽഹോത്ര കമ്മിറ്റി. ഇൻഷുറൻസ് മേഖലയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് RN മൽഹോത്ര കമ്മിറ്റി. LIC ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ നിയമിച്ച വർഷമാണ് 1998 നവംബർ 11. LIC ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ നിയമിച്ച വർഷമാണ് 1998 നവംബർ 11. LIC ഇന്ത്യയിലുള്ള സോണൽ ഓഫീസുകളുടെ എണ്ണമാണ് 8. LIC ഇന്ത്യയിലുള്ള സോണൽ ഓഫീസുകളുടെ എണ്ണം 8 ആണ്. ഓഹരി വിപണിയിലെ ഉയർച്ചയെ സൂചിപ്പിക്കുന്ന പദമാണ് ബുൾ. ഓഹരി വിപണിയിലെ ഉയർച്ചയെ സൂചിപ്പിക്കുന്ന പദം ഏതാണ്? ബുൾ. ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ സ്ഥാപിതമായ വർഷമാണ് 1770. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ സ്ഥാപിതമായ വർഷമാണ് 1770. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകനാണ് ലാലാ ലജ്പത് റായ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ ആരാണ്? ലാലാ ലജ്പത് റായ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ പൊതുമേഖലാ ബാങ്കാണ് അലഹബാദ് ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും പഴയ പൊതുമേഖലാ ബാങ്കാണ് അലഹബാദ് ബാങ്ക്. അലഹബാദ് ബാങ്ക് സ്ഥാപിതമായ വർഷമാണ് 1865. അലഹബാദ് ബാങ്ക് സ്ഥാപിതമായ വർഷമാണ് 1865. ഇന്ത്യക്ക് പുറത്ത് ശാഖ തുറന്ന ആദ്യ ഇന്ത്യൻ ബാങ്കാണ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് ശാഖ തുറന്ന ആദ്യ ഇന്ത്യൻ ബാങ്കാണ് ബാങ്ക് ഓഫ് ഇന്ത്യ. വളണ്ടറി റിട്ടയർമെന്റ് സ്കീം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. വളണ്ടറി റിട്ടയർമെന്റ് സ്കീം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്കാണ് SBI. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്കാണ് SBI. 1919 മുംബൈയിൽ ഗാന്ധിജി ഉദ്ഘാടനം ചെയ്ത ബാങ്കാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. 1919 മുംബൈയിൽ ഗാന്ധിജി ഉദ്ഘാടനം ചെയ്ത ബാങ്കാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ആക്സിസ് ബാങ്കിന്റെ പഴയ പേരാണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ആക്സിസ് ബാങ്കിന്റെ പഴയ പേരാണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. മുൻ ഇടപാടുകാരെ തിരികെ കൊണ്ടുവരാൻ SBT ആരംഭിച്ച പദ്ധതിയാണ് ബാങ്ക് വാപ്പസി. മുൻ ഇടപാടുകാരെ തിരികെ കൊണ്ടുവരാൻ SBT ആരംഭിച്ച പദ്ധതിയാണ് ബാങ്ക് വാപ്പസി. ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി. ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി. ഒരു ചെക്കിന്റെ കാലാവധി 3 മാസമാണ്. ഒരു ചെക്കിന്റെ കാലാവധി 3 മാസം. IFSC കോഡിലെ അക്ഷരങ്ങളുടെയും സംഖ്യകളുടെയും എണ്ണം 11 ആണ്. IFSC കോഡിലെ അക്ഷരങ്ങളുടെയും സംഖ്യകളുടെയും എണ്ണം 11 ആണ്. ബാങ്കിന്റെ ശാഖകൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഉപഭോക്താക്കൾക്ക് ഏത് ശാഖയിൽ നിന്നും മറ്റു ശാഖകളിലേക്ക് സേവനം ലഭ്യമാക്കുന്ന സൗകര്യത്തിനായി വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ് കോർ ബാങ്കിംഗ്. ബാങ്കിന്റെ ശാഖകൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഉപഭോക്താക്കൾക്ക് ഏത് ശാഖയിൽ നിന്നും മറ്റു ശാഖകളിലേക്ക് സേവനം ലഭ്യമാക്കുന്ന സൗകര്യത്തിനായി വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ് കോർ ബാങ്കിംഗ്. ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിംഗ് നടപ്പിലാക്കിയ ബാങ്കാണ് SBI. ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിംഗ് നടപ്പിലാക്കിയ ബാങ്കാണ് SBI. ഇന്ത്യയിൽ ബാങ്കുകളുടെ സേവനങ്ങളെ സംബന്ധിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണുന്നതിനായി നിലവിൽ വന്ന സമ്പ്രദായമാണ് ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ. ഇന്ത്യയിൽ ബാങ്കുകളുടെ സേവനങ്ങളെ സംബന്ധിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണുന്നതിനായി നിലവിൽ വന്ന സമ്പ്രദായമാണ് ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ. ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ നിലവിൽ വന്ന വർഷമാണ് 2006. ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ നിലവിൽ വന്ന വർഷമാണ് 2006. ബാങ്കിംഗ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് റിസർവ് ബാങ്ക് ആണ്. ബാങ്കിംഗ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക്. ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ ആദ്യമായി ആരംഭിച്ച രാജ്യമാണ് സ്വീഡൻ. ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ ആദ്യമായി ആരംഭിച്ച രാജ്യമാണ് സ്വീഡൻ. ദേശസാൽകൃത ബാങ്കുകളുടെ ഭരണകാര്യ നിർവഹണ ശേഷി വികസിപ്പിക്കുന്നതിനായി രൂപം കൊണ്ട സ്ഥാപനമാണ് ബാങ്ക്സ് ബോർഡ് ബ്യൂറോ. ദേശസാൽകൃത ബാങ്കുകളുടെ ഭരണകാര്യ നിർവഹണ ശേഷി വികസിപ്പിക്കുന്നതിനായി രൂപം കൊണ്ട സ്ഥാപനമാണ് ബാങ്ക്സ് ബോർഡ് ബ്യൂറോ. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിംഗ് റോബോട്ടാണ് ലക്ഷ്മി.
ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിംഗ് റോബോട്ടാണ് ലക്ഷ്മി. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിംഗ് റോബോട്ട് പുറത്തിറക്കിയ ബാങ്കാണ് സിറ്റി യൂണിയൻ ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിംഗ് റോബോട്ട് പുറത്തിറക്കിയ ബാങ്കാണ് സിറ്റി യൂണിയൻ ബാങ്ക്. ലോകത്തിലാദ്യമായി കസ്റ്റമർ സർവീസിന് റോബോട്ടിനെ ഉപയോഗിച്ച ബാങ്കാണ് HDFC. ലോകത്തിലാദ്യമായി കസ്റ്റമർ സർവീസിന് റോബോട്ടിനെ ഉപയോഗിച്ച ബാങ്കാണ് HDFC. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്ന വർഷമാണ് 1949. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്ന വർഷമാണ് 1949. SBIയുടെ ആപ്തവാക്യം പ്യുവർ ബാങ്കിംഗ് നത്തിങ് എൽസ് എന്നതാണ്. പ്യുവർ ബാങ്കിംഗ് നത്തിങ് എൽസ് എന്നതാണ് SBIയുടെ ആപ്തവാക്യം. SBIയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈ. SBIയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരാണ് ഇംപീരിയൽ ബാങ്ക്. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷമാണ് 1921 ജനുവരി 27. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷമാണ് 1921 ജനുവരി 27. ഇംപീരിയൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷമാണ് 1955 ജൂലൈ 1. ഇംപീരിയൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷമാണ് 1955 ജൂലൈ 1. SBIയുടെ ആദ്യ മലയാളി ചെയർമാനാണ് ജോൺ മത്തായി. SBIയുടെ ആദ്യ മലയാളി ചെയർമാനാണ് ജോൺ മത്തായി. SBIയുടെ നിലവിലെ ചെയർമാൻ ദിനേശ് കുമാർ ഗാറ. SBIയുടെ നിലവിലെ ചെയർമാൻ ദിനേശ് കുമാർ ഗാറ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂരിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് സ്ഥാപിച്ചത് എവിടെയാണ്? ജയ്പൂർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂരിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് സ്ഥാപിച്ചത് ജയ്പൂർ ആണ്. പത്രപരസ്യത്തിൽ SBIയുടെ കസ്റ്റമറായി പ്രത്യക്ഷപ്പെടുന്ന ദേശീയ കവിയാണ് ടാഗോർ. പത്രപരസ്യത്തിൽ SBIയുടെ കസ്റ്റമറായി പ്രത്യക്ഷപ്പെടുന്ന ദേശീയ കവിയാണ് ടാഗോർ. മുൻ ഇടപാടുകാരെ തിരിച്ചുകൊണ്ടുവരാൻ SBT ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ബാങ്ക് വാപ്പസി. മുൻ ഇടപാടുകാരെ തിരിച്ചുകൊണ്ടുവരാൻ SBT ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ബാങ്ക് വാപ്പസി. സിഡ്ബി ബാങ്ക് സ്ഥാപിതമായ വർഷം 1990 ഏപ്രിൽ 2-നാണ്. സിഡ്ബി ബാങ്ക് സ്ഥാപിതമായ വർഷമാണ് 1990 ഏപ്രിൽ 2. ഇന്ത്യയിൽ ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ വായ്പ നൽകുന്ന ബാങ്കാണ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വായ്പ നൽകുന്ന ബാങ്കാണ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. കൃഷിക്കും ഗ്രാമവികസനത്തിനും വായ്പകൾ നൽകുന്ന ദേശീയ ബാങ്കാണ് നബാർഡ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വായ്പകൾ നൽകുന്ന ദേശീയ ബാങ്കാണ് നബാർഡ്. നബാർഡ് രൂപീകൃതമായ വർഷം എന്നാണ്? 1982 ജൂലൈ 12. 1982 ജൂലൈ 12-നാണ് നബാർഡ് രൂപീകൃതമായത്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. നബാർഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈ. നബാർഡിന്റെ രൂപീകരണത്തിന് ശുപാർശ നൽകിയ കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റി. നബാർഡിന്റെ രൂപീകരണത്തിന് ശുപാർശ നൽകിയ കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റി. കേരളത്തിൽ നബാർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. കേരളത്തിൽ നബാർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. വ്യവസായ ആവശ്യങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനു വേണ്ടി സ്ഥാപിച്ച ബാങ്കാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക്. വ്യവസായ ആവശ്യങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനു വേണ്ടി സ്ഥാപിച്ച ബാങ്കാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് രൂപീകൃതമായ വർഷമാണ് 1964. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് രൂപീകൃതമായ വർഷമാണ് 1964. IDBI ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. IDBI ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ വാണിജ്യ ബാങ്കാണ് ICICI. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ വാണിജ്യ ബാങ്കാണ് ICICI. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്കാണ് ICICI. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്കാണ് ICICI. ലോകബാങ്കുമായി ചേർന്നുള്ള ICICIയുടെ പാരന്റ് കമ്പനി രൂപീകൃതമായ വർഷമാണ് 1955. ലോകബാങ്കുമായി ചേർന്നുള്ള ICICIയുടെ പാരന്റ് കമ്പനി രൂപീകൃതമായ വർഷമാണ് 1955. ICICI ബാങ്ക് രൂപീകൃതമായ വർഷം 1994 ആണ്. ICICI ബാങ്ക് രൂപീകൃതമായ വർഷം 1994.
ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആദ്യ ഇന്ത്യൻ ബാങ്ക് ICICI. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആദ്യ ഇന്ത്യൻ ബാങ്കാണ് ICICI. ഇന്റർനെറ്റ് ബാങ്കിംഗ് ആരംഭിച്ച ആദ്യ ബാങ്കാണ് ICICI. ഇന്റർനെറ്റ് ബാങ്കിംഗ് ആരംഭിച്ച ആദ്യ ബാങ്ക് ഏതാണ്? ICICI. ഇന്ത്യയിൽ ആദ്യമായി സഞ്ചരിക്കുന്ന ATM ആരംഭിച്ച ബാങ്കാണ് ICICI. ഇന്ത്യയിൽ ആദ്യമായി സഞ്ചരിക്കുന്ന ATM ആരംഭിച്ച ബാങ്കാണ് ICICI. ICICI ബാങ്കിന്റെ ആദ്യ വനിതാ ചെയർമാനാണ് ചന്ദ കൊച്ചാർ. ICICI ബാങ്കിന്റെ ആദ്യ വനിതാ ചെയർമാനാണ് ചന്ദ കൊച്ചാർ. ഇന്ത്യയിൽ ആദ്യമായി ഡെബിറ്റ് കാർഡിന് മേൽ EMI സംവിധാനം ആരംഭിച്ച ബാങ്കാണ് ICICI. ഇന്ത്യയിൽ ആദ്യമായി ഡെബിറ്റ് കാർഡിന് മേൽ EMI സംവിധാനം ആരംഭിച്ച ബാങ്കാണ് ICICI. റീജിയണൽ റൂറൽ ബാങ്ക് സ്ഥാപിതമായ വർഷമാണ് 1975 ഒക്ടോബർ 2. റീജിയണൽ റൂറൽ ബാങ്ക് സ്ഥാപിതമായ വർഷമാണ് 1975 ഒക്ടോബർ 2. ഗ്രാമീണ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്കാണ് റീജിയണൽ റൂറൽ ബാങ്ക്. ഗ്രാമീൺ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്കാണ് റീജിയണൽ റൂറൽ ബാങ്ക്. റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് നിലവിൽ വന്ന വർഷമാണ് 1976. റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് നിലവിൽ വന്ന വർഷമാണ് 1976. നരസിംഹം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം രൂപീകൃതമായ ബാങ്കാണ് റീജിയണൽ റൂറൽ ബാങ്ക്. നരസിംഹം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം രൂപീകൃതമായ ബാങ്കാണ് റീജിയണൽ റൂറൽ ബാങ്ക്. ആദ്യമായി ആരംഭിച്ച റീജിയണൽ റൂറൽ ബാങ്കാണ് പ്രഥമ ബാങ്ക്. ആദ്യമായി ആരംഭിച്ച റീജിയണൽ റൂറൽ ബാങ്കാണ് പ്രഥമ ബാങ്ക്. ഏറ്റവും കൂടുതൽ റീജിയണൽ റൂറൽ ബാങ്കുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ റീജിയണൽ റൂറൽ ബാങ്കുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. റീജിയണൽ റൂറൽ ബാങ്കുകൾക്ക് ശാഖകളില്ലാത്ത സംസ്ഥാനങ്ങളാണ് സിക്കിം, ഗോവ. റീജിയണൽ റൂറൽ ബാങ്കിന് ശാഖകളില്ലാത്ത സംസ്ഥാനങ്ങളാണ് സിക്കിമും ഗോവയും. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പിയാണ് മുഹമ്മദ് യൂനസ്. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി ആരാണ്? മുഹമ്മദ് യൂനസ്. പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകനാരാണ്? ലാല ലജ്പത് റായ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകനാണ് ലാല ലജ്പത് റായ്. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആസ്ഥാനമാണ് ന്യൂഡൽഹി. പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥിര നിക്ഷേപങ്ങൾക്കായി ആരംഭിച്ച പുതിയ പദ്ധതിയാണ് മഹാബചത് സ്കീം. പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥിര നിക്ഷേപങ്ങൾക്കായി ആരംഭിച്ച പുതിയ പദ്ധതിയാണ് മഹാബചത് സ്കീം. പഞ്ചാബ് നാഷണൽ ബാങ്ക് മൈക്രോ ഫിനാൻസ് ബ്രാഞ്ച് ആരംഭിച്ചത് എവിടെയാണ്? ന്യൂഡൽഹി. പഞ്ചാബ് നാഷണൽ ബാങ്ക് മൈക്രോ ഫിനാൻസ് ബ്രാഞ്ച് ആരംഭിച്ചത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്വയം പിരിഞ്ഞുപോകൽ പദ്ധതി നടപ്പിലാക്കിയ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി സ്വയം പിരിഞ്ഞുപോകൽ പദ്ധതി നടപ്പിലാക്കിയ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇന്ത്യയിൽ വനിതകളുടെ ഉന്നമനത്തിനായി ആരംഭിച്ച ആദ്യ ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. ഇന്ത്യയിൽ വനിതകളുടെ ഉന്നമനത്തിനായി ആരംഭിച്ച ആദ്യ ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. ഇന്ത്യയിലെ ആദ്യ വനിതാ ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. ഇന്ത്യയിലെ ആദ്യ വനിതാ ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. കേരളത്തിൽ മഹിളാ ബാങ്കിന്റെ ആദ്യ ശാഖ ആരംഭിച്ചത് മണക്കാട്. കേരളത്തിൽ മഹിളാ ബാങ്കിന്റെ ആദ്യ ശാഖ ആരംഭിച്ചത് മണക്കാട്. ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആദ്യ ശാഖ തുറന്നത് മുംബൈ. ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആദ്യ ശാഖ തുറന്നത് മുംബൈ. ഭാരതീയ മഹിളാ ബാങ്ക് ഉദ്ഘാടനം ചെയ്തത് മൻമോഹൻ സിംഗ് ആണ്. ഭാരതീയ മഹിളാ ബാങ്ക് ഉദ്ഘാടനം ചെയ്തത് മൻമോഹൻ സിംഗ് ആണ്. ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തിൽ ഉദ്ഘാടനം ചെയ്ത ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തിൽ ഉദ്ഘാടനം ചെയ്ത ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. മഹിളാ ബാങ്കിന്റെ ആദ്യ ചെയർപേഴ്സൺ ഉഷ അനന്തസുബ്രഹ്മണ്യൻ ആണ്. മഹിളാ ബാങ്കിന്റെ ആദ്യ ചെയർപേഴ്സൺ ഉഷ അനന്തസുബ്രഹ്മണ്യൻ. ATM അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് എന്നിവയ്ക്ക് പകരം QR കോഡ് കാർഡ് കൊണ്ടുവന്ന ബാങ്കാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്. ATM അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് എന്നിവയ്ക്ക് പകരം QR കോഡ് കാർഡ് കൊണ്ടുവന്ന ബാങ്കാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി.
ബാങ്കിംഗ് സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ ബാങ്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പുതുതായി നിലവിൽ വന്ന ബാങ്കാണ് പേയ്മെന്റ് ബാങ്കുകൾ. ബാങ്കിംഗ് സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ ബാങ്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പുതുതായി നിലവിൽ വന്ന ബാങ്കാണ് പേയ്മെന്റ് ബാങ്ക്. പേയ്മെന്റ് ബാങ്കുകളുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് നചികേത് മോർ കമ്മീഷൻ. പേയ്മെന്റ് ബാങ്കുകളുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് നചികേത് മോർ കമ്മീഷൻ. പേയ്മെന്റ് ബാങ്കുകൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പരമാവധി നിക്ഷേപം 1 ലക്ഷം രൂപയാണ്. പേയ്മെന്റ് ബാങ്കുകൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പരമാവധി നിക്ഷേപമാണ് 1 ലക്ഷം രൂപ. പേയ്മെന്റ് ബാങ്കുകളുടെ കുറഞ്ഞ മൂലധനം 100 കോടി രൂപയാണ്. പേയ്മെന്റ് ബാങ്കുകളുടെ കുറഞ്ഞ മൂലധനമാണ് 100 കോടി രൂപ. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ് ബാങ്ക് സ്ഥാപിച്ച ടെലികോം കമ്പനിയാണ് എയർടെൽ. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ് ബാങ്ക് സ്ഥാപിച്ച ടെലികോം കമ്പനിയാണ് എയർടെൽ. മുദ്രാ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. മുദ്രാ ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയാണ്. ആദ്യമായി മുദ്രാ കാർഡ് പുറത്തിറക്കിയ ബാങ്കാണ് കോർപ്പറേഷൻ ബാങ്ക്. ആദ്യമായി മുദ്രാ കാർഡ് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ്? കോർപ്പറേഷൻ ബാങ്ക്. കേരളത്തിലെ ആദ്യ പലിശരഹിത സഹകരണ ബാങ്കാണ് ഹലാൽ ഫായിദ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഹലാൽ ഫായിദ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കേരളത്തിലെ ആദ്യ പലിശരഹിത സഹകരണ ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ട വർഷമാണ് 1969 ജൂലൈ 19. ഇന്ത്യയിൽ ആദ്യമായി ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ട വർഷമാണ് 1969 ജൂലൈ 19. 1969 ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകളുടെ എണ്ണം 14. 1969 ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകളുടെ എണ്ണം 14. ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോഴുള്ള ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? വി ഗിരി. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോഴുള്ള ഇന്ത്യൻ രാഷ്ട്രപതിയാണ് വി ഗിരി. ഇന്ത്യയിൽ രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്ന വർഷമാണ് 1980 ഏപ്രിൽ 15. ഇന്ത്യയിൽ രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്ന വർഷമാണ് 1980 ഏപ്രിൽ 15. 1980 ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകളുടെ എണ്ണം 6. 1980 ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകളുടെ എണ്ണം 6. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയാണ്. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയാണ്. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. നിലവിൽ ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകളുടെ എണ്ണം 12. നിലവിൽ ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകളുടെ എണ്ണം 12 ആണ്. സേവിങ്സ് അക്കൗണ്ട് സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് പ്രസിഡൻസി ബാങ്ക്. സേവിങ്സ് അക്കൗണ്ട് സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് പ്രസിഡൻസി ബാങ്ക്. ഇന്ത്യയിൽ ചെക്ക് സംവിധാനം ആരംഭിച്ച ആദ്യ ബാങ്കാണ് ബംഗാൾ ബാങ്ക്. ഇന്ത്യയിൽ ചെക്ക് സംവിധാനം ആരംഭിച്ച ആദ്യ ബാങ്കാണ് ബംഗാൾ ബാങ്ക്. മ്യൂച്വൽ ഫണ്ട് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് SBI. മ്യൂച്വൽ ഫണ്ട് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് SBI. ക്രെഡിറ്റ് കാർഡ് സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ക്രെഡിറ്റ് കാർഡ് സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. മലയാളത്തിൽ വെബ്സൈറ്റ് ആരംഭിച്ച ആദ്യ ബാങ്കാണ് SBT. മലയാളത്തിൽ വെബ്സൈറ്റ് ആരംഭിച്ച ആദ്യ ബാങ്കാണ് SBT. ആദ്യമായി പൂട്ടുകൾ ഇല്ലാത്ത ശാഖ ആരംഭിച്ച ബാങ്കാണ് യൂക്കോ ബാങ്ക്. ആദ്യമായി പൂട്ടുകൾ ഇല്ലാത്ത ശാഖ ആരംഭിച്ച ബാങ്കാണ് യൂക്കോ ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ് ബാങ്ക് ആരംഭിച്ചത് എയർടെൽ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ് ബാങ്ക് ആരംഭിച്ചത് എയർടെൽ. 1994 മുംബൈ ആസ്ഥാനമായി രൂപീകൃതമായ ബാങ്കാണ് HDFC. 1994 മുംബൈ ആസ്ഥാനമായി രൂപീകൃതമായ ബാങ്കാണ് HDFC. 1991 ലണ്ടൻ ആസ്ഥാനമായി രൂപീകൃതമായ ബാങ്കാണ് HSBC. 1991 ലണ്ടൻ ആസ്ഥാനമായി രൂപീകൃതമായ ബാങ്കാണ് HSBC. HSBCയുടെ സ്ഥാപകൻ തോമസ് സുത്തർലാൻഡ്. HSBCയുടെ സ്ഥാപകൻ തോമസ് സുത്തർലാൻഡ്. വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനമാണ് എക്സിം ബാങ്ക്. വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനമാണ് എക്സിം ബാങ്ക്. എക്സിം ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. എക്സിം ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. സ്വകാര്യ മേഖലാ കമ്പനികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി ആരംഭിച്ച സ്ഥാപനമാണ് IFCI.
സ്വകാര്യ മേഖലാ കമ്പനികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി ആരംഭിച്ച സ്ഥാപനം IFCI. IFCIയുടെ പൂർണ്ണരൂപം ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ എന്നാണ്. IFCIയുടെ പൂർണ്ണരൂപം ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ എന്നാണ്. ബന്ധൻ ഫിനാൻഷ്യൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ പേര് ബന്ധൻ ബാങ്ക് എന്നാണ്. ബന്ധൻ ഫിനാൻഷ്യൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ പേര് ബന്ധൻ ബാങ്ക്. ബന്ധൻ ബാങ്ക് പ്രവർത്തനമാരംഭിച്ച വർഷം 2015 ആഗസ്റ്റ് 23. ബന്ധൻ ബാങ്ക് പ്രവർത്തനമാരംഭിച്ച വർഷം 2015 ആഗസ്റ്റ് 23. ബന്ധൻ ബാങ്കിന്റെ ആദ്യ ചെയർമാൻ അശോക് കുമാർ ലാഹിരി. ബന്ധൻ ബാങ്കിന്റെ ആദ്യ ചെയർമാൻ അശോക് കുമാർ ലാഹിരി. IDFC ബാങ്ക് പ്രവർത്തനമാരംഭിച്ച വർഷം 2015 ഒക്ടോബർ 1. IDFC ബാങ്ക് പ്രവർത്തനമാരംഭിച്ച വർഷം 2015 ഒക്ടോബർ 1. IDFC ബാങ്കിന്റെ മുദ്രാവാക്യം ഹഡ്കെ ബാങ്ക് എന്നാണ്. IDFC ബാങ്കിന്റെ മുദ്രാവാക്യം ഹഡ്കെ ബാങ്ക്. 1945 ആലുവ ആസ്ഥാനമായി രൂപീകൃതമായ ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. 1945 ആലുവ ആസ്ഥാനമായി രൂപീകൃതമായ ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ച ബാങ്കാണ് SBI. ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ച ബാങ്കാണ് SBI. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ നിലവിൽ വന്ന വർഷം 1945. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ നിലവിൽ വന്ന വർഷം 1945. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SBI ലയിച്ച വർഷം 2017. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SBI ലയിച്ച വർഷം 2017. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. കേരള ഗ്രാമീണ ബാങ്ക് സ്ഥാപിതമായ വർഷം 2013 ജൂലൈ 8. കേരള ഗ്രാമീൺ ബാങ്ക് സ്ഥാപിതമായ വർഷം 2013 ജൂലൈ 8. സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും തമ്മിൽ ലയിപ്പിച്ച് കേരള ഗ്രാമീൺ ബാങ്കിന് രൂപം നൽകിയ വർഷം 2013. സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും തമ്മിൽ ലയിപ്പിച്ച് കേരള ഗ്രാമീൺ ബാങ്ക് രൂപീകൃതമായ വർഷം 2013. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം മലപ്പുറം. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം മലപ്പുറം. കേരള ഗ്രാമീൺ ബാങ്കിന്റെ പ്രധാന സ്പോൺസർ കനറ ബാങ്ക് ആണ്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ പ്രധാന സ്പോൺസറാണ് കനറ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആപ്തവാക്യം കേരളത്തിന്റെ സ്വന്തം ബാങ്ക് എന്നതാണ്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആപ്തവാക്യമാണ് കേരളത്തിന്റെ സ്വന്തം ബാങ്ക്. കേരളത്തിലെ ആദ്യത്തെ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. കേരളത്തിലെ ആദ്യത്തെ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. നെടുങ്ങാടി ബാങ്കിന്റെ സ്ഥാപകൻ അപ്പു നെടുങ്ങാടി ആണ്. നെടുങ്ങാടി ബാങ്കിന്റെ സ്ഥാപകനാണ് അപ്പു നെടുങ്ങാടി. നെടുങ്ങാടി ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ലയിപ്പിച്ച വർഷമാണ് 2003. നെടുങ്ങാടി ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ലയിപ്പിച്ച വർഷമാണ് 2003. ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച ബാങ്കാണ് മുദ്രാ ബാങ്ക്. ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച ബാങ്കാണ് മുദ്രാ ബാങ്ക്. മുദ്രാ ബാങ്ക് ആരംഭിച്ചത് 2015 ഏപ്രിൽ 8-നാണ്. മുദ്രാ ബാങ്ക് ആരംഭിച്ചത് എന്നാണ്? 2015 ഏപ്രിൽ 8-ന്.